ഹലോ! ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇനി കുറച്ച് നാളത്തേക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള പരാതി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എടാ, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് സംഭവിച്ചാലല്ലേ അത് എടുക്കുമ്പോൾ രസമുള്ളൂ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, കുട്ടി കുട്ടി കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും ഇന്നങ്ങോട്ട് എനിക്കൊരു മൂഡ് തോന്നി എടുക്കാനായിട്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിക്കാറുണ്ടെന്ന് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം. യോഗയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ള ആളാണ്. പക്ഷേ എന്താണെന്നറിയില്ലടാ, മഴക്കാലം സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ചെറുതായിട്ടൊരു മടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ മടിയുടെ കൂടെയാണ് ഞാനിപ്പോൾ. മടീനെ ഞാൻ മാറ്റി മാറ്റി എടുക്കണം. രാവിലത്തെ കുറച്ച് സമയം മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. നമ്മുടെ വീഡിയോസ്, മോർണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ആ ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ വട്ട് പിടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ ആ ഒരു പരിപാടീസിലൊക്കെയാണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ ഞാൻ അമ്മേനെ അടുക്കളയിൽ പ്രത്യേകിച്ച് ഒന്നും സഹായിക്കാറില്ല. അങ്ങനെ സഹായിക്കാൻ അമ്മയിട്ട് പറയാറില്ല കേട്ടോ. പക്ഷേ ഈവനിങ് സമയത്താണ് ഞാൻ അടുക്കളയിൽ കാര്യങ്ങളിലൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വെച്ച് കൊടുക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. കുക്കിംഗ് മെയിനായിട്ട് അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. എൻ്റെ സ്റ്റാർട്ടിങ് വ്ളോഗ്സിലൊക്കെ ഞാൻ കൂടുതലും ഓഫീസ് റിലേറ്റഡ് വ്ളോഗ്സ് ചെയ്യാറുണ്ട്. അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ എനിക്ക് കമൻറ്റ് ഇടാറുണ്ട്, ചേച്ചി ഇപ്പോൾ ഓഫീസിൽ പോകുന്നില്ലേന്ന്. ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നില്ല, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. ഞാനൊരു അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ. എൻ്റെ കരിയർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇഷ്ടംപോലെ കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് കരിയർ റിലേറ്റഡ് ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി സ്റ്റുഡൻറ്റ് എങ്ങനെയാണോ പഠിച്ച് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക, അതേപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു, പിന്നെ BCom എടുത്തു, MCom എടുത്തു. അതിനുശേഷമാണ് ജോലിയിലേക്ക് കടക്കുന്നത്. ആദ്യം ബാങ്കിലായിരുന്നു ജോലി, പിന്നെ ഓരോരോ കമ്പനികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ MCom കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിലുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതോടുകൂടി നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അവർ തന്നെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരാമെന്നുള്ളത്. ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരുള്ളൂ. ഇൻ്റർവ്യൂ പാസ്സാവാന്നുള്ളത് നമ്മുടെ ടാലൻ്റ് ആണ് കേട്ടോ. ഞാനാണെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻറ്റേൺഷിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേനെ എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി അത് പറയുന്നില്ല. കാരണം എനിക്ക് ആ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അത്ര നല്ലതല്ലായിരുന്നു. എൻഡ് ഓഫ് ദി ഡേ അവർ തന്നെയാണ് എനിക്ക് ഇൻഫോ പാർക്കിലേക്കുള്ള ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തന്നതെങ്കിലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേസ്മെൻറ്റ് സെല്ലുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു ഇൻ്റർവ്യൂ എങ്കിലും അവർ സെറ്റ് ചെയ്ത് തന്നത്. കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മന്ത്സ് ഞാൻ വെറുതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇതല്ല സാഹചര്യം. ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഡിഫൈൻ ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ എൻ്റെ കരിയർ എക്സ്പീരിയൻസ്. ഇത്രയും സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കാര്യമായിട്ട് ഞാവൽപ്പഴമൊക്കെ തട്ടി വിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും മേത്ത് വെച്ച് നോക്കുക, കണ്ണാടി നോക്കി സ്വയം ഇങ്ങനെ ഭംഗിയുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. എൻ്റെ മാത്രമല്ല, ഓൾമോസ്റ്റ് ഓൾ ഗേൾസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് 1000 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം സർപ്ലസ് ഐറ്റംസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു കടയുടെ പേര് ഇതാ കവർമ ഉള്ളതാണ് കേട്ടോ. എൻ്റെ പ്രൊനൗൺസിയേഷൻ വെസ്റ്റീറ്റോ എന്നാന്ന് തോന്നുന്നു. എന്തായാലും അങ്കമാലി നവ്യ ബേക്കറിയുടെ സൈഡിലുള്ളൊരു കടയാണ്. വെസ്റ്റേൺ വെയർസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ കട ഇഷ്ടപ്പെടും. ട്രഡീഷണൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ കാര്യമായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവളെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ അവളുടെ അടുത്ത് പോണതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അതിനുള്ള തത്രപ്പാടിലും കൂടിയാണ് ഞാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവളുടെ വീട്ടിലോട്ട് പോകാൻ. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അവളുടെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞ് എനിക്ക് രാത്രിയാവുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ തിരിച്ചെത്തുകയും വേണം. നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആംല ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു മൈൽഡ് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുടിക്കുമ്പോൾ നല്ലൊരു റിലാക്സിങ് ഫീലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ കുടിക്കാറുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമാണ്. ഈ കാണുന്ന കോപ്രായങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും.
ഇങ്ങനെ വീഡിയോ മണിക്കൂറുകളോളം ഞാൻ ഇങ്ങനെ ഓണാക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ബോറടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ബോറടിയാണ്. അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇതൊക്കെ. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് റീച്ച് ആവാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു ഒറ്റ ടിപ്പ് മാത്രമേ പറയാനുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി മുടങ്ങാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോസ് എടുക്കാൻ മാത്രമേ എനിക്ക് കുറച്ച് മടിയുള്ളൂ. ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവനാണ്, എൻ്റെ പാഷനാണ് യൂട്യൂബിൽ ഷോർട്ട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും എനിക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പരിപാടി ഇപ്പം നിലവിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്സ് ഞാൻ ഡെയിലി 3 എണ്ണം വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതെൻ്റെ ഇഷ്ടം മാത്രമാണ്, ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല. പിന്നെ ഏതോ ഒരു കമൻറ്റ് കണ്ടിരുന്നു, നിങ്ങൾക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതെന്ന്. സത്യമാണ്, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം ചെയ്ത് അതിനകത്ത് നിന്ന് ഏണിങ്സ് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം അതും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ ലൈഫിൽ മണി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആഗ്രഹിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? ഈ ലോകത്തെ മെജോറിറ്റി ആൾക്കാരും അതിനൊക്കെ വേണ്ടി തന്നെയല്ലേ ഈ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് അതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ. പിന്നെ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒത്ത വിധം നമ്മൾ മാന്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് സന്തോഷം തന്നെയാണ്. വർത്തമാനത്തിനിടയിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കുർത്ത ഉണ്ടല്ലോ, അത് അവൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തൈയൊക്കെ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ വെള്ളം കൊടുത്തതിന് ശേഷം നേരെ ഞാൻ ഇറങ്ങിയിട്ടോ. പോകുന്ന വഴിക്ക് എനിക്കൊരു കേക്ക് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി ഒന്ന് നിർത്തണം, അത്രയൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെല്ലുക, കേക്ക് മുറിക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് കറങ്ങുക, വീട്ടിലോട്ട് വരാം. ലാസ്റ്റ് ഇയർ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയത് എൻ്റെ അമ്മേനെയും പൊന്നൂസിനെയും എല്ലാവരെയും കൂട്ടിയിട്ടാട്ടോ പോയത്. പക്ഷെ ഇപ്രാവശ്യം അവരെല്ലാം ബിസി ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷെ കേക്ക് വാങ്ങാൻ വേണ്ടി ബേക്കറി കയറിയപ്പോൾ അവിടെ കേക്കില്ല. അപ്പം ഞാൻ ഓർത്തു ആദ്യം ഈ ഹൽവ ഒന്ന് മുറിച്ചെടുത്താലോ എന്ന്. പിന്നെ ഓർത്ത് വേണ്ടാന്ന്. ഞാനാണെങ്കിൽ ആ ബേക്കറിയിൽ നിന്ന് ഒരു ക്രീം ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്കിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അതെന്തായാലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരു ബേക്കറിയിൽ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ച് അവളുടെ വീട്ടിലെത്തിയ പാടെ ഞാൻ ആദ്യം ഊണ് കഴിച്ചു. അതിനുശേഷമാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഏഴാറ്റുമുഖത്തോട്ടാണ്. അവളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. മഴ സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ക്ലൈമറ്റും അടിപൊളി, സീനറിയും അടിപൊളി, മൊത്തത്തിൽ നല്ലൊരു കിടിലൻ വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാവുന്നത് ഡിഗ്രി പഠിക്കുമ്പോഴാണ് കേട്ടോ. ഡിഗ്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സ്വത്താണ് അഭിരാമി. അഭിരാമിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇറ്റ്സ് മീ പോപ്പി എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ പോയി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അവൾക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടോ. എനിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഒരു ടൈമിലൊക്കെ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സാണ് ഡിഗ്രി ഫ്രണ്ട്സ്. അതിനകത്ത് എടുത്തു പറയേണ്ട ആളാണ് അഭിരാമി. അഭിരാമിയൊക്കെ എൻ്റെ പഠനകാര്യത്തിലൊക്കെ എന്നെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാനേ അറിയില്ല. കാരണം എൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം വെച്ചത് അഭിരാമിയും വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ അവരെല്ലാവരും ഇനി വരുന്ന വ്ളോഗ്സിലൊക്കെ പരിചയപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവരും ചിന്നിച്ചിതറി അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇവളായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കോണ്ടാക്ട്സ് കൂടുതലുള്ളത്. ഞാൻ എപ്പോഴൊക്കെ അവളുടെ വീട്ടിൽ പോകാറുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് ശരിക്കും നമ്മുടെ ആ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട് മുന്നുള്ളൊരു ഇടവഴിയാണ് കേട്ടോ. ഇവിടേക്ക് കയറി ചെന്നാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. വെള്ളച്ചാട്ടമല്ല, വെള്ളം ഒഴുകി പോകുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ഒത്തിരി മാറ്റം വന്നിട്ട് അവിടെ എന്തൊക്കെയോ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് മഴ സമയം ആയതുകൊണ്ട് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടാണ് ഒഴുകുന്നത്. നല്ല ഒഴുക്കുള്ളതുകൊണ്ടും പാറയിൽ അത്യാവശ്യം അഴുക്കലുള്ളതുകൊണ്ടും ഒരുപാട് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് അറ്റൊന്നും പോയില്ല. സേഫായിട്ട് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ നോക്കിയതൊക്കെ. ഭാഗ്യത്തിന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആടിപ്പാടി നടക്കാൻ പറ്റി. മലമുകളിൽ നിന്ന് ഇങ്ങനെ കോട പോകുന്ന ആ ഒരു സീൻ എൻ്റെ പൊന്നോ രക്ഷയിലായിരുന്നു കേട്ടോ കാണാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയോടാണ് കൂടുതൽ ഇഷ്ടം. എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും നേച്ചർ റിലേറ്റഡ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബീച്ചൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ചുറ്റിക്കറങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവളുടെ വീട്ടിലെത്തി. ചായയും വട്ടയപ്പൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പം ഇറങ്ങിയാലാണ് എനിക്ക് വൈകുന്നേരത്തിന് മുന്നേ വീട്ടിലെത്താൻ പറ്റുള്ളൂ. അവിടെ നിന്ന് പിന്നെ ചക്കയും മാങ്ങയും പേരയ്ക്കയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്കിതാ ഇതേപോലെ കുറേ കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാലിക്കുപ്പിയാണ് കേട്ടോ, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്.
പിന്നെ ഞാൻ കുറച്ച് അധികം നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി റൂമിൽ വന്നപ്പോഴാണ് ലാപ്പും കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ഇരിക്കുവാണ്. അതൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് എല്ലാം ഒതുക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ മഹാസംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ഇതൊക്കെ എടുക്കാൻ മടിക്കുന്നത്. എന്തായാലും നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോസ് ഇടുമ്പോഴും അതിന് കമൻറ്റ് ചെയ്തും അത് കണ്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.